സി കൃഷ്ണകുമാർ ബി.ജെ.പി. നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, PFIയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളായി ഇപ്പോഴും നിൽക്കുന്നു എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നത്. നിരോധനത്തിന് ശേഷവും നടത്തിയ പരിശോധനകളിൽ ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഹിറ്റ് ലിസ്റ്റുകളും കണ്ടെത്തു. ഇതിൽ മുൻ ജില്ലാ ജഡ്ജി അടക്കം ഉൾപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന കാര്യവുമുണ്ട്. യഥാർത്ഥത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നീക്കം വീണ്ടും ഈ നിരോധനം നീട്ടണം എന്ന തരത്തിലേക്ക് തന്നെയാണ് ഉണ്ടാവുക? എന്താണ് ഈ കണ്ടെത്തലിൻ്റെ, ഈ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം? ദേശീയ അന്വേഷണ ഏജൻസി വരുന്നതുവരെ കേരളത്തിൽ വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാർ ഈ മത തീവ്രവാദ സംഘടനയ്ക്ക് PFIക്ക് നൽകി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇവർക്ക് ഇത്രയേറെ കേരളത്തിൽ ആസൂത്രണങ്ങൾ നടത്താനും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ കേന്ദ്ര IBയും എല്ലാം നിരവധി തവണ ഇവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, ഇവരുടെ ട്രെയിനിങ്ങുകളെ സംബന്ധിച്ച്, ഇവർ നടത്തുന്ന ആസൂത്രണങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ടുള്ള വിവരം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് ഇവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. നിരപരാധികളായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു കേരളത്തിൽ. നിരവധി പേരുടെ നേരെ നടക്കേണ്ട അക്രമങ്ങള് അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കേണ്ട കൊലപാതക ശ്രമങ്ങള് ഒഴിവാക്കപ്പെട്ടത് NIAയുടെ കടന്നുവരവോടുകൂടിയിട്ടാണ്. തീർച്ചയായിട്ടും PFI ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നിരവധി കേന്ദ്രങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. കേരളത്തിലെ പോലീസ് ഇതിനെതിരായിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ഇവരുടെ നിരോധനവും അതുപോലെ തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയാലേ ഈ തീവ്രവാദ സംഘടനയെ കേരളത്തിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കൂ. ഓക്കെ, ഈ നടപടി, ഈ PFIയുടെ പുതിയ കണ്ടെത്തലുകളും ഈ ഹിറ്റ് ലിസ്റ്റ് വിശദാംശങ്ങളും ഒക്കെ PFIക്കെതിരായ നടപടി കൂടുതൽ ശക്തമാക്കാൻ ഇടവെക്കുമോ? അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും PFIയുടെ ഈ NIAയുടെ ഇത്തരം കണ്ടെത്തലുകളാണ് PFIയുടെ നിരോധനത്തിലേക്ക് തന്നെ വഴിവെച്ചത്. ഒരുപക്ഷെ PFI നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തില് വലിയ തോതിലുള്ള കലാപങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള കലാപങ്ങൾ അവർ അയച്ചുവിടുമായിരുന്നു. അത്തരം കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു PFI. അതിന്റെ ഭാഗമായിട്ടാണ് അവര് വിവിധ സംഘടനകളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ ഉൾപ്പെടെ വധിക്കാനായിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് അതിനുള്ള ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണമാണ് NIAയുടെ കടന്നുവരവോട് കൂടിയിട്ട് കേരളത്തിൽ ഇല്ലാതാക്കാൻ പറ്റിയത്. യെസ്, വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ പ്രതികരിച്ചു. എന്തായാലും ഈ PFIയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, കേരളത്തിലെ നീക്കങ്ങൾ അടക്കത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളും അവരുടെ അന്വേഷണ നീക്കങ്ങളൊന്നും ഗുണപ്പെട്ടില്ല. NIA വന്നതിന് ശേഷം മാത്രമാണ് ഇത് നീക്കമുണ്ടായി എന്നതാണ് BJPയുടെ അടക്കം ഉന്നയിക്കുന്ന വാദം. PFIയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ എന്തായാലും കോടതിയുടെ പരിഗണനയിലാണ്. ഈ കോടതിയുടെ പരിഗണനയിൽ അതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. PFIയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആ നേതാക്കൾ, ആ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? മുൻ ജില്ലാ ജഡ്ജി അടക്കമുള്ളവർ. എന്തായാലും PFIയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഇതടക്കം നമുക്ക് പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.